ഡ്രാഗൺ ഡയറക്റ്റഡ് ബൈ അശ്വത് മാരിമുത്ത്, ഡയറക്ടർ ഓഫ് ഓ മൈ കടവുളെ. റിട്ടൺ ആൻഡ് ആക്റ്റഡ് ബൈ പ്രദീപ് രംഗനാഥൻ. മാച്ചാൻ വെറുതെ വിഷയമാണ്. ലവ് ടുഡേ കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ് പുള്ളി എന്ത് റേഞ്ച് സാധനമാണെന്നുള്ളത്. ഇതിനകത്ത് ഈ സിനിമ കണ്ടു കഴിയുമ്പോഴേക്കും പല സ്ഥലത്തും നിങ്ങൾക്ക് വിൻറ്റേജ് ധനുഷിനെ ഓർമ്മ വരും. ധനുഷിൻ്റെ പീക്കിൽ ആ ഒരു യൂത്തിൽ ചെയ്തു വെച്ചിരിക്കുന്ന സാധനമാണ് ഇതിനകത്ത് പ്രദീപ് ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് പറയാതിരിക്കാൻ പറ്റും. അത് പലയിടത്തും നമുക്ക് തോന്നും. പ്രത്യേകിച്ച് ക്ലീൻ ഷേവ് ആയിട്ടുള്ള പോർഷൻസ്, അതുപോലെ മുടിയൊന്ന് ഇതിനകത്തുള്ള പ്രദീപിന് മുടിയൊന്ന് ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ വിഷയം. അത് ധനുഷ് തന്നെ ആ പല മാനറിസം, പല കാര്യങ്ങളും, ഡയലോഗ് ഡെലിവറിയൊക്കെ ശരിക്കും ധനുഷിനെ ഓർമ്മപ്പെടുത്തും. അതൊരു നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യം കൂടിയാണ് കേട്ടോ. കാരണം ധനുഷ് ഇസ് എ ബ്രില്യൻ്റ് ആക്ടർ. അപ്പം ധനുഷിനെ പോലെ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിഷയം തന്നെയാണ്. കാരണം ധനുഷിനെ പോലെ അഭിനയിക്കാൻ ഭയങ്കര പാടാണ്. ഡ്രാഗൺ വെറുതെ മാരണമാസ് ഡ്രാഗണാണ്. ഒരു രക്ഷയെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഭയങ്കര റിലേറ്റബിൾ ആയിട്ടുള്ളൊരു മൂവിയാണ്. കോളേജിൽ നമ്മൾ ഇങ്ങനെയുള്ള ഒരുത്തന്നെ എന്തായാലും കണ്ടിട്ടുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ എനിക്ക് റിയൽ ലൈഫിൽ ചില കാര്യങ്ങൾ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി. അതെന്താണെന്ന് ഞാനിവിടെ പറയുന്നില്ല. എൻ്റെ വീട്ടുകാർക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും. പല കാര്യങ്ങളും അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഞാൻ എൻ്റെ കോളേജ് ലൈഫിൽ ഇതുപോലുള്ളമാരെ കണ്ടിട്ടുണ്ട്. അതുപോലെ ഫസ്റ്റ് ഒരു 20 മിനിറ്റ് നമുക്ക് ഇതിനകത്തുള്ള ഈ ഒരു ഡി രാഘവൻ എന്നുള്ള ക്യാരക്ടർ ഉണ്ടല്ലോ, നമുക്ക് പൊളിഞ്ഞേറിയങ്ങ് വരും. നമുക്ക് കാണിക്കണ കാട്ടായൊക്കെ ഇച്ചിരി സീനാണ്. അറുക പൈലെന്നൊക്കെ പറയില്ല, അതുപോലത്തെ ഒരു, അതുമാത്രമല്ല ഒരു മെനകെട്ടവൻ, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അത് കഴിഞ്ഞിട്ട് ആളുടെ ഒരു സാധനമുണ്ട്. എന്താ ക്യാരക്ടർ കിടിലെന്ന് പറഞ്ഞാൽ കിടിലനോടെ കിടിലൻ പടം. മോട്ടിവേറ്റിംഗ് ആണ്. നല്ലൊരു മെസ്സേജ് നൽകുന്നുണ്ട് പടം അവസാനിക്കുമ്പോൾ. മൊത്തത്തിൽ കിടു. പിന്നെ ഇതിനകത്ത് ഡയറക്ടർമാരുടെ അയ്യങ്കളിയുണ്ട്. മിഷ്കിൻ ഇതിനകത്തൊരു പ്രധാന റോള്, പ്രിൻസിപ്പളുടെ റോള് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളി ഒരു കിടിലൻ ഡയറക്ടറാണ്, ഒരു കിടിലൻ നടനുമാണ്. നന്ദലാല എന്നുള്ള സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. പുള്ളി തന്നെ ഡയറക്റ്റ് ചെയ്ത് അഭിനയിച്ചിട്ടുള്ള പടമാണ്. വേറെ റേഞ്ച് അഭിനയമായിരുന്നു അതിനകത്ത് പുള്ളി. അതുപോലെ തന്നെ ഫഹദും നസ്രിയൊക്കെ ആയിട്ടുള്ള ഒരു സിനിമയുണ്ട്. സിനിമയുടെ പേര് പെട്ടെന്ന് എനിക്ക് കിട്ടണില്ല. അതിനകത്തും പുള്ളി ഒരു പള്ളിയിലച്ഛനായിട്ട്, ഒരു പ്രീസ്റ്റായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ മിഷ്കിൻ പല സിനിമയിലും കിടിലായിട്ട് അഭിനയിക്കാറുണ്ട് പൊതുവെ. പിന്നെ അനുപമ പരമേശ്വരൻ, ഐ ഡിഡൻ എക്സ്പെക്ട് ദിസ് ഓഫ് ഹർ. പ്രേമത്തിൽ തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറേ സിനിമ കണ്ടതിൽ ഒന്നും എനിക്ക് അങ്ങനെ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. തിലു 2 എന്താണ് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് അതിലൊന്നും ആളങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ആകെ ഇഷ്ടപ്പെട്ടത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് എന്ന് പറഞ്ഞ് ഒരു ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു. അതിനകത്ത് അടിപൊളിയായിരുന്നു. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. അപ്പോൾ അതിന് ശേഷം എനിക്കിപ്പോൾ ഈ സിനിമയിൽ പുള്ളിക്കാരെ ഇഷ്ടപ്പെട്ടു. കിടില റോളായിരുന്നു. ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഭയങ്കരമായിട്ട് നമുക്ക് ഇഷ്ടപ്പെടും. ആ റോള് അത്ര രസമായിരുന്നു. അത്ര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന റോള് തന്നെ കുറച്ച് കോംപ്ലക്സ് ആയിരുന്നു. പക്ഷേ സൂപ്പറായിട്ട് ചെയ്തു. എനിക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ. പിന്നെ കൈഡു ലോഹർ നമ്മുടെ 19ാം നൂറ്റാണ്ടിൽ നങ്ങേലിയായിട്ട് അഭിനയിച്ച, ഓൾറെഡി നമ്മൾ കണ്ടാണ് പുള്ളിക്കാരി വാട്ട് ഈസ് കേപ്പബിൾ ഓഫ് എന്നുള്ളത്. ഇതിനകത്തും അടിപൊളി. ഒരു ജാതി ജാതകത്തിലും പുള്ളിക്കാരി അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഭംഗിയാണ് ആളെ കാണാനായിട്ട്. ആസാമീസാണ് ആൾ. നല്ല രീതിയിൽ കോസ്റ്റ്യൂം സെൻസ് ഉണ്ട്. കോസ്റ്റ്യൂം ഡിസൈനറിനും അതിന് പ്രോപ്സ് ഉണ്ട്. എല്ലാം കൊണ്ടും അടിപൊളിയായിട്ട് ഭയങ്കര ചാമിങ് ആയിട്ടുള്ള ഒരു ആക്ട്രസ്. എപ്പോഴും സിനിമയിൽ വരുമ്പോഴേക്കും ഭയങ്കര സ്ക്രീൻ പ്രസൻസാണ് ആൾക്ക്. അടിപൊളിയായിരുന്നു. ഇതിനകത്തും കിഡുമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ KS രവികുമാർ, വീണ്ടും ഡയറക്ടർ, നമ്മുടെ ദശാവതാരത്തിൻ്റെയൊക്കെ ഡയറക്ടർ. അപ്പോൾ അത് ഭയങ്കര രസമായിരുന്നേ. ഭയങ്കര രസമായിട്ട് ഇവരെല്ലാവരും അഭിനയിച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ റോളുകൾ ഭയങ്കരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ നെപ്പോളിയൻ ഫ്രം ലിയോ, അയ്യോ പുള്ളിക്കാരനാണ് ഇതിനകത്ത് നമ്മളെ നെഞ്ച് വേദനിപ്പിക്കുന്ന ഒരു സീനുണ്ട്. എൻ്റെ പൊന്നെ, പ്രദീപ് രംഗനാഥൻ്റെ ക്യാരക്ടറും പുള്ളിക്കാരനും തമ്മിൽ, അച്ഛനാണ്. അപ്പോൾ അച്ഛനും മോനും തമ്മിലൊരു സീനുണ്ട്. വെറുതെ വിഷയ സാധനമായിരുന്നു. ഭയങ്കര ഇമോഷണലായിരുന്നു. അടിപൊളി സാധനം. നമ്മൾ നെഞ്ചിലൊരു ഭാരം എന്നൊക്കെ പറയില്ല, അതുപോലെ ഫീൽ ചെയ്തു. അങ്ങനത്തെ ഒരു സീനായിരുന്നുണ്ട്. അത് പൊളിയായിരുന്നു. മക്കളെ അച്ഛനമ്മമാർ വിട്ടുകൊടുക്കില്ല എന്ന് പറയില്ല, എന്തൊക്കെ വന്നാലും. അങ്ങനൊരു സാധനം. അത് എന്താണെന്ന് ഞാൻ പറയാനുള്ള, പക്ഷേ പെട്ട സീനായിരുന്നു. ശരിക്കും എന്താ പറയുക, എൻ്റെ ശബ്ദമൊക്കെ ഇടറിപ്പോയപ്പോൾ അങ്ങനത്തെ അവസ്ഥയായിരുന്നു. അത് നമ്മൾ തൊണ്ട വരണ്ട്, നമുക്ക് നെഞ്ചിലൊരു ഭാരം പോലെ അങ്ങനത്തെ ഒരു ഫീൽ വന്നു പോയി. പുള്ളി അതുമാതിരി റേഞ്ച് അഭിനയം. ഈ സീനിയർ ആക്ടേഴ്സ്
ഭയങ്കര സംഭവമാണ്. പ്രത്യേകിച്ച് അച്ഛൻ റോൾ അമ്മ റോളൊക്കെ ചെയ്യുന്നവരൊക്കെ കിടു ഭയങ്കര രസമായിട്ട് പുള്ളി ഇതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ കൂട്ടുകാർ സെറ്റുകളൊക്കെ ഉണ്ട്. ഒരു ജൂനിയർ ഒരു മച്ചാനുണ്ട്, കുറേ കൂട്ടുകാർ സെറ്റൊക്കെ ഉണ്ട്. ഇവരൊക്കെ പെട്ടഭിനയം കിടിലം എന്ന് പറഞ്ഞാൽ കിടിലം. പടം വൻ ഓളം സിനിമയാണ്. പട്ടാന്ന് പറഞ്ഞാണ് പടം പോണത്. 2 മണിക്കൂർ 20 മിനിറ്റ് അങ്ങനെ എന്താണെന്ന് സിനിമ എന്ന് തോന്നുന്നുണ്ട്. പക്ഷെ അതൊന്നും അറിയത്തില്ല. പടം ഒരു വലിയൊരു കതിനക്ക് തിരി കൊളുത്തിയ പോലെയാണ്. തിരി കൊളുത്തി കാത്തി പിടിച്ച് പോട്ടിയണ്ടല്ല, വെറുതെ മറ്റേ ധ്യാൻ്റെ ഓപ്പൺഹൈമർ പൊട്ടലല്ലേ ഉദ്ദേശിച്ചത്, മര്യാദക്കുള്ള സാധനം. അയ്യോ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. കിണ്ണം കാച്ചി സാധനം, കിടിലം പടം, ഭയങ്കര വൈബാണ്. എൻ്റെ അഭിപ്രായത്തിൽ തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഈ ആവേശമൊക്കെ കാണുമ്പോൾ നമുക്കൊരു വൈബ് കിട്ടില്ല. അതുപോലൊരു സാധനമായിരുന്നു ഇത്. ആവേശം കോമഡിയാണ്. ഇത് കോമഡി ഉണ്ട്, പക്ഷേ ഒരു പ്രത്യേക തരം പടം. കിടിലം എന്ന് പറഞ്ഞാൽ കിടിലം. 2 ക്യാമിയോസ് ഉണ്ട്. ക്യാമിയോസൊക്കെ അടിപൊളിയാണ്. ഒന്നൊരു മലയാള നടിയാണ്. ഇപ്പോൾ തമിഴിലൊക്കെ പോയി തമിഴിലും തെലുങ്കിലൊക്കെ പോയി അഭിനയിക്കുകയും അതുപോലെ തന്നെ സീരീസിലൊക്കെ തിളങ്ങിക്കുന്ന ഒരാളാണ്. പിന്നെ രണ്ടാമത്തെ ആരാണെന്ന് ഞാൻ പറയാനുള്ള രണ്ടുപേരും മലയാളികളാണ്. ഒരു വിധത്തിൽ പറയുമ്പോൾ 2 പേരും മലയാളികളാണ്. ശരിയാണല്ലോ, 2 പേരും മലയാളികളാണ്. അപ്പോൾ ഇതിനകത്തും നല്ല മലയാളം റെഫറൻസസ് ഉണ്ട്. നടിമാർ മാത്രമല്ല, അനുപമ പരമേശ്വരനും മലയാളിയാണ്. നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു, ഇരിഞ്ഞാലക്കുടക്കാരിയാണ്. തമിഴ് സിനിമയിൽ ഇപ്പോൾ നിറച്ചും മലയാളികളുടെ കയ്യങ്കളിയാണെന്ന് പറയേണ്ടി വരും. ഈവൻ മലയാള സോങ് റെഫറൻസുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ എന്താണെന്ന് പറയാനുള്ളത്, അത് നിങ്ങൾക്കൊരു രസമായിക്കോട്ടെ. പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇതൊക്കെ വരുമ്പോഴേക്കും മലയാള സോങ് എല്ലാവരും ഭയങ്കര കൈയിടിയായിരുന്നു. പിന്നെ വനിതാ വിനിതയില സ്ക്രീൻ ഫോളിലാണ് സിനിമ കണ്ടത്. അവിടുത്തെ ഓഡിയൻസ് അത് വേറെ വൈബ് തന്നെയാടേ. അതായത് ഓവർ ആർഭാടങ്ങളോ ഓവർ ഒച്ചപ്പാടും ബഹളമൊന്നുമില്ല. സിനിമ കാണാനും പറ്റും, അതേസമയം നല്ലൊരു വൈബും കിട്ടും. ആ ഒരു ബാലൻസ് ഉണ്ട്. ബാലൻസ് ബേബി, അതാണ് എനിക്ക് പറയാനുള്ളത്. എന്താ വെറുതെ കീടു എന്ന് പറഞ്ഞാൽ കീടു. ഒറ്റ ഷോ ഉള്ള, അതാണ് ആകെയുള്ള സങ്കടം. ഇന്ന് മൊത്തത്തിൽ ഒറ്റൊരു ഷോ, 3:30 ഒറ്റൊരു ഷോ ഉണ്ടായിരുന്നു. അതാണ് ഞാൻ കണ്ടത്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി പടം, തീർപ്പടം എന്നൊക്കെ പറയില്ല, അമ്മാതിരി സാധനം. പാട്ടുകളും നല്ല രസമായിരുന്നു. സിനിമാറ്റോഗ്രാഫിയും എല്ലാം സൂപ്പറേ. ഒറ്റൊരു കാര്യം എനിക്ക് പറയണമെന്നുണ്ടായി. ഈ സിനിമ എപ്പിക് സ്ക്രീൻസിൽ ഫുൾ സ്ക്രീനാണ്, ഫ്ലാറ്റ് റേഷ്യോ സ്ക്രീനിൽ ഫുള്ളാണ്. പക്ഷേ സാധാ സ്ക്രീനിലേക്ക് അവർ വലിച്ചിട്ടിട്ട് സ്കോപ്പിലേക്ക് ഇട്ടിരിക്കണമെന്നാണ് എനിക്ക് ഫീലായത്. എനിക്ക് ഓൾറെഡി ബ്രോഡ്വേ സിനിമാസ് എപ്പിക് സ്ക്രീനിൽ കണ്ട നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് അവിടെ നിന്നൊരു സ്ക്രീൻഷോട്ട് എടുത്ത് കാണിച്ചു തന്നായിരുന്നു. ആ ഫുട്ടേജ് ഈ ഫുട്ടേജ് വെച്ച് കമ്പയർ ചെയ്ത് നോക്കിയപ്പോഴേക്കും എനിക്ക് ഈ സ്കോപ്പ് റേഷ്യോ സ്ക്രീൻസിലൊക്കെ അവരയച്ചു കൊടുത്ത DCP, തിയേറ്ററുകാരല്ല അയച്ചു കൊടുത്തിരിക്കുന്ന DCP തന്നെ വലിഞ്ഞിട്ടുള്ളതാണെന്നാണ് ഫീൽ ചെയ്തത്. ഇന്ന് ഞാൻ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ പലയിടങ്ങളിലും എനിക്ക് DCP സ്ട്രെച്ച് ചെയ്തതായിട്ട് ഫീൽ ചെയ്ത്. അത് വേണ്ടായിരുന്നു, ഫ്ലാറ്റായിട്ട് തന്നെ അയച്ചാൽ മതിയായിരുന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ എന്തായാലും എപ്പിക് സ്ക്രീൻ എവിടെയെങ്കിലും നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ, കാലിക്കറ്റിലുള്ളവരാണെങ്കിൽ, തഞ്ചാവൂരുള്ളവരാണെങ്കിൽ, മധുരയിലുള്ളവരാണെങ്കിൽ, കോയമ്പത്തൂരിലുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും എപ്പിക് സ്ക്രീനിൽ പോയി ഈ സിനിമ കണ്ടോ. ഫുൾ സ്ക്രീനാണ്, ഫ്ലാറ്റ് റേഷ്യോ ആ തിയേറ്ററിൽ. ആ ഒരു ഐമാക്സ് ഫോർമാറ്റ് ആ ഒരു സംഭവത്തിൽ ഫുൾ സ്ക്രീനായിട്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. എപ്പിക് സ്ക്രീനാണെങ്കിൽ ഓൾറെഡി DMR പ്രോസസ്സ് ചെയ്യുന്ന പരിപാടി അവർക്കുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ടാവും ഞങ്ങൾ കണ്ടേക്കാളൊക്കെ. അതുപോലെ തന്നെ ഞാൻ നമ്മുടെ സ്പ്രെഡ്ഷീറ്റിൽ ഒരു സാധനം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ എപ്പിക് സ്ക്രീനുകളിൽ വന്നിരിക്കുന്ന സിനിമയുടെ ലിസ്റ്റും അതിൻ്റെ DCP ആഡ് ചെയ്തിട്ടുണ്ട്. എടുത്ത് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. യുണീക്ക് ഇൻഫർമേഷനാണ്, ആരും അങ്ങനെ ഇതുവരെ പുറത്തേക്ക് വിടാത്ത ഇൻഫർമേഷനാണ്. നമുക്കത് കിട്ടി, നമ്മളത് ഇടുകയാണ്, കണ്ടു നോക്കുക. നമ്മളല്ലോ, എനിക്കത് കിട്ടി, ഞാനത് പുറത്ത് വിടുകയാണ്. എന്തായാലും ഈ സിനിമ മസ്റ്റ് വാച്ചിങ് തിയേറ്ററാണെന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. കാലക്കം പടം എല്ലാം കൊണ്ട് കീടു, എല്ലാം ഉണ്ട്. ഫൈറ്റ് ഉണ്ട്, ലവേ ഉള്ളു, അതും എല്ലാം ഉണ്ട്. ഗൗതം വാസുദേവ് മേനോൻ, അടുത്ത പറയാൻ വിട്ടുപോയ ഡയറക്ടർ. ഞാൻ പറഞ്ഞില്ല, ഈ സിനിമയിൽ ഡയറക്ടർമാരുടെ അയ്യങ്കളിയുണ്ട്. കുറേ പേര് അതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന ആക്ടേഴ്സൊക്കെ ഡയറക്ടർ ടേൺഡ് ആക്ടേഴ്സാണ്. ഈവൻ നടൻ, അതും പറയാൻ പറഞ്ഞു, ഈ നടനും ഡയറക്ടറാണല്ലോ. കോമാളി എന്നുള്ള സിനിമ ഡയറക്റ്റ് ചെയ്യും, ലവ് ടുഡേ ഡയറക്റ്റ് ചെയ്ത ആളാണല്ലോ ഇതിനകത്ത് ആക്ട് ചെയ്യുന്നത്. അപ്പം ഡയറക്ടർമാരുടെ അയ്യങ്കളിയാണ് ഈ സിനിമ. ഇപ്പോഴാണ് അത് ആലോചിച്ചത്. എനിവേസ് ഗുഡ്, കിഡു പടം. മച്ചാൻ്റെ അടുത്ത സിനിമയ്ക്കായും കൂടി വെയിറ്റ് ചെയ്യുന്നത്. അതാണ് വിക്കിയാണ്, നമ്മുടെ നയൻതാരയുടെ ഹസ്ബൻഡ് വിഘ്നേഷ് ശിവനാണ് അത് ഡയറക്റ്റ് ചെയ്യുന്നത്. അഭിനയിക്കുന്നത് കൃതി ഷെട്ടി, അജയൻ്റെ 2ാം മോഷണത്തിലെ നടി, നമ്മുടെ ബുള്ളറ്റ്, മറ്റേ ആ സാധനമല്ലേ, കമ്മോൺ ബേബി ലെറ്റ്സ് ഗോ ഓൺ ദ ബുള്ളറ്റ്. അത് ആ പുള്ളിക്കാരി തന്നെയായിരുന്നു നമ്മുടെ ARM അഭിനയിച്ചത്. അപ്പോൾ പുള്ളിക്കാരിയും പ്രദീപും കൂടി ആയിട്ടുള്ള ഒരു സിനിമ ഉണ്ട്, ലവ് ഇൻഷുറൻസ് കമ്പനി എന്നാണ്. അതിൽ മറ്റേ പാട്ടില്ലേ, മറ്റേ ഓ പക്കത്തിലെ
നമ്മുടെ അനിരുദ്ധ് ഒരു ഡ്രാക്കുളയുടെ റെഡ് കോട്ടൊക്കെ ഇട്ടിട്ട് വന്ന് പാടുന്ന ഒരു പാട്ട്, ഇങ്ങനത്തെ ഗ്രീൻ ഡേയിലെ മറ്റേ മച്ചാൻ്റെ ഹെയർ സ്റ്റൈലൊക്കെ വെച്ചിട്ട് ഒരു പാട്ടുണ്ടല്ലോ, ധീമാ 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 ധീമാ, ആ പാട്ട്, ആ സിനിമ വരുന്നുണ്ട്. അതെന്തായാലും കണ്ടു നോക്കാം. എന്തായാലും എനിക്ക് പടം ഇഷ്ടപ്പെട്ടത്, വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ബുക്ക് ചെയ്തോ, ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോയി കണ്ടോ, കിടിലം പടമാണ്, അത്ര എനിക്ക് പറയാനുള്ളത്. എന്തായാലും 2 കിടിലം പടം ഈ ആഴ്ച കണ്ടു, ഓഫീസർ ഓൺ ഡ്യൂട്ടി ആൻഡ് ഇത്. ഈ തവണ ഞാൻ കണ്ട എല്ലാ സിനിമകളുടെയും അഭിപ്രായങ്ങൾ ഇട്ടിട്ടുണ്ട്. എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഓഫീസർ ഓൺ ഡ്യൂട്ടി ഇതാണ്. ഓഫീസർ ഓൺ ഡ്യൂട്ടി ത്രില്ലർ പടമാണ്, കിടുവായിരുന്നു. കിടു പെർഫോമൻസ് ബൈ ചാക്കോച്ചൻ ആൻഡ് വിശാഖ്. ഇതിനകത്ത് പ്രദീപ് പൊളിച്ച്, അനുപമയും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. സൂപ്പറായിരുന്നു, കിടിലം പടം, നല്ല രസമായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ഒരു സിനിമ, ഭയങ്കര വ്യത്യസ്തമായ ഒരു പടം ആയിട്ടും കൂടി എനിക്ക് ഫീൽ ആയി. എന്തായാലും ഫയർ ഡ്രാഗൺ അത്ര പറയാനുള്ളത്. ടാറ്റ.